ഹായ് ഫ്രണ്ട്സ്, NSN സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറ്റമാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. കെമിസ്ട്രിയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനുമുള്ള ക്ലാസ്സുകൾ ഒന്നിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതില് ഫസ്റ്റ് ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. കാർബൺ അടങ്ങിയ സംയുക്തങ്ങളുടെ പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അമ്പരപ്പിക്കുന്ന എണ്ണവും പ്രത്യേകതകളും സാധ്യതകളും തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന പ്രത്യേക ശാഖ രൂപപ്പെടാൻ കാരണം. ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാന ഘടകം തന്നെ കാർബൺ ആണ്. കാർബണും ഹൈഡ്രജനും അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബൺ എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കവേർഡ്. വി നോ ദാറ്റ് the astonishing count of compounds, their peculiarities and possibilities have led to the formation of the specific branch of chemistry called organic chemistry. You have already learned about hydrocarbons, that is carbon and hydrogen compounds are hydrocarbons. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ അതിന് കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് 9th സ്റ്റാൻഡേർഡിൽ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബണുകളെ പറ്റി. കാർബൺ ആൻഡ് ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആർ ഹൈഡ്രോ കാർബൺസ് അല്ലെ. കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ സംയുക്തത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു ആദ്യത്തെ 10 ഹൈഡ്രോ കാർബണുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടേൻ, പെന്റേൻ, ഹെക്സേൻ, ഹെപ്റ്റേൻ, ഒക്ടേൻ, നൊണേൻ, ഡെക്കേൻ, അത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തന്മാത്രാ വാക്യം, മോളിക്കുലർ ഫോർമുല, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടന വാക്യം, അതുപോലെ കണ്ടൻസ്ഡ് ഫോർമുല, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ ടെക്സ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതിന്റെ ബേസിക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ തന്നെ, അതായത് മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടേൻ മുതൽ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ്. അടിസ്ഥാനപരമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റിലെ മുതലേ UPSC നെയിം ആണ് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം അതിന്റെ ഘടനയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കാം. The compounds containing carbon and hydrogen are known as hydrocarbons, അല്ലെ. അതായത് സംയുക്തത്തിലെ കാർബൺ ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് സംയുക്തങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു കാർബൺ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് മീഥേൻ. അതേപോലെ 2 കാർബൺ അടങ്ങിയിട്ടുള്ളത് ഈഥേൻ, 3 കാർബൺ ഉള്ളത് പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ, ഹെക്സേൻ, ഹെപ്റ്റേൻ, ഒക്ടേൻ, നൊണേൻ, ഡെക്കേൻ. അങ്ങനെ 10 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡെക്കേൻ എന്ന് പറയും. അപ്പോൾ ഇതിന്റെ എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യം നിങ്ങൾ 9ാം ക്ലാസ് വെച്ച് പഠിച്ചിട്ടുണ്ട് വേർഡ് റൂട്ട്, അതായത് പദമൂലം, വേർഡ് റൂട്ട്, പദമൂലം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നു 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബണിന്റെ വേർഡ് റൂട്ട് എന്താണ്, അതായത് പദമൂലം എന്താണ്. 5 കാർബൺ ഉള്ളതിന്റെ പേര് അന്നേരം ഓർക്കണം, പെന്റേൻ. അതിന്റെ വേർഡ് റൂട്ട് പെന്റ് എന്നാണ്. ഈ പെന്റ് എന്ന് പഠിച്ചു വെക്കുന്നത് എന്തിനാന്നുള്ളത് നമ്മൾ നെയിമിങ്ങിലേക്ക് വരുമ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെ ഇടയ്ക്കുന്നൊക്കെ ഇട്ട് ചോദിച്ചാലും 6 കാർബൺ ഉള്ള ആൽക്കൈന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെക്സേൻ എന്ന് പറയണം. അതുപോലെ തന്നെ ഒക്ടേൻ വരുന്നതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് ചോദിച്ചാൽ 8 കാർബൺ എന്ന് പറയാൻ അറിയണം. അപ്പൊ ഇത് ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇതിപ്പോ നമ്മൾ എഴുതി വെച്ചേക്കുന്ന CH4 അതിന്റെ മോളിക്കുലർ ഫോർമുലയാണ്, തന്മാത്രാ വാക്യമാണ്. ഇതെല്ലാം അത് തന്നെയാണ്. എത്ര കാർബണും എത്ര ഹൈഡ്രജനും ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫോർമുലയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഈ നെയിം എല്ലാം നിങ്ങൾ ബൈഹാർട്ട് ആക്കണം. അതിന്റെ വേർഡ് റൂട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വേർഡ് റൂട്ട് പറയുമ്പോൾ തന്നെ കാർബണിന്റെ എണ്ണവും നിങ്ങൾക്ക് പറയാൻ അറിയണം. ഇനി ഈ ഹൈഡ്രോ കാർബണുകളുടെ എല്ലാം ഓരോന്നിന്റെ ആയിട്ട് ഘടന ഒന്ന് പറയാണ്. സ്ട്രക്ചർ ഓഫ് മീഥേൻ, ആദ്യത്തെ ആള് മീഥേൻ ആണ്. സ്ട്രക്ചർ ഓഫ് മീഥേൻ, മീഥേനിന്റെ ഘടന നോക്കാം. അത് വരയ്ക്കാൻ അറിയുന്നതിന് മുമ്പ് കാർബണിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, 6 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 2, 4. അപ്പോൾ വാലൻസി വരുന്നത്, സംയോജകത വരുന്നത് 4 ആണ്. ഇത് നിങ്ങൾ 9ൽ പഠിക്കുന്നതാണ്. അപ്പൊ കാർബണിന്റെ വാലൻസി, സംയോജകത 4 ആണ് എന്നുള്ളത് ഓർമ്മ വേണം. അത് ഞാനിവിടെ സിംബോളിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കാർബണിന്റെ 4 വശവും 4 വരയിട്ടിട്ടാണ് അതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതില് മീഥേൻ നമ്മൾ വരയ്ക്കുമ്പോൾ ആ കാർബണിന്റെ 4 വാലൻസീസ് ഓഫ് കാർബൺ ആറ്റംസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ 4 ഹൈഡ്രജൻ ആറ്റംസ്. 4 കാർബണിന്റെ 4 വാലൻസിയിലും 4 ഹൈഡ്രജൻ ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 4 വാലൻസിയിലും ഹൈഡ്രജനോ മറ്റാരെങ്കിലുമോ വരാം, വേറെ കാർബണോ വരാം. പക്ഷെ ഈ 4 വരയിലും, അതായത് 4 വാലൻസിയിലും സംയോജകതയിലും മറ്റു ആറ്റങ്ങൾ വന്നിരിക്കണം, എങ്കിലേ ആ സ്ട്രക്ചർ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ മീഥേനിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, ഒരു കാർബണും 4 ഹൈഡ്രജനും. ഇങ്ങനെയാണ് മീഥേനിന്റെ ഘടന വരയ്ക്കുന്നത്. അടുത്തത് സ്ട്രക്ചർ ഓഫ് ഈഥേൻ, ഈഥേനിന്റെ ഘടന. ഈഥേൻ എന്ന് പറയുമ്പോൾ എന്താ നോക്കിയാൽ 2ാമത്തെ ഹൈഡ്രോ കാർബൺ ആണ് ഈഥേൻ. ഇതിൽ 2 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട്. C2H6 എന്നാണ് മോളിക്കുലർ ഫോർമുല, തന്മാത്രാ വാക്യം. അതിൽ ആദ്യം നമ്മൾ അതിന്റെ ഘടന വരയ്ക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇവിടെ 2 കാർബണാണ് ഉള്ളത്. 2 കാർബണിനെയും ഒരു സിംഗിൾ ബോണ്ട് വഴി ബന്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏകബന്ധനം വഴി ബന്ധിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയേക്കുന്നത്. അടുത്ത സ്റ്റെപ്പില് ഈ 2 കാർബണിന്റെയും വാലൻസി 4 ആക്കുക. അപ്പൊ ഇവിടെ നടുക്കൊരു വരയുണ്ട്. അത് കൂടാതെ ഈ കാർബൺ, ഫസ്റ്റ് കാർബണിനെ എടുത്താൽ ഈ ഒരു വര കൂടാതെ ഇനി എത്ര കൂടെ വേണം, 1, 2, 3
ഹൈഫൻ കൂടെ ആകുമ്പോൾ വര കൂടെ ആകുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടുമ്പോൾ 4 ആകും. അപ്പോൾ ഈ ഫസ്റ്റ് കാർബണിന്റെ വാലൻസി 4 ആയി. ഇനി അടുത്ത കാർബണിന്റെ വാലൻസി 4 ആക്കുക. ഇവിടെ ഈ ഒരു സിംഗിൾ ലൈൻ, സിംഗിൾ ബോണ്ട് എന്ന് പറയുന്ന ഈ കാർബണിനും കൂടി ഉള്ളതാണ്. അപ്പോൾ 1 2 3 4 അങ്ങനെ ഞാൻ വാലൻസി 4 എണ്ണം 2 കാർബണിനും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 3 വാലൻസികളിലും ആരെ ചേർക്കുന്നു? ഹൈഡ്രജനെ ചേർക്കുന്നു. നോക്കിയേ, അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ, ഈ കാർബണിലും 3 ഹൈഡ്രജൻ വന്നു. അപ്പോൾ ഇവിടെ C2H6 എന്നുള്ളത് കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജനും സെക്കൻഡ് കാർബണിലും 3 ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ 3 വാലൻസിയും പിന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കുള്ള ഒരു വാലൻസിയും ആയപ്പോൾ 4 ആയി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഘടന വരയ്ക്കുന്നത്. ഇതിനെ ഒന്ന് ചുരുക്കി എഴുതുന്നതിന് ഇതിനെ നമ്മൾ ഘടനാവാക്യം എന്നാ പറയുന്നത്. സ്ട്രക്ചറൽ ഫോമുലയാണിത്. അപ്പോൾ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോളൂ. ഈ കാർബൺ എഴുതിയിട്ട് അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളത് ഇവിടെ എഴുതുന്നു. CH3 3 ഹൈഡ്രജൻ ആണ്. ഈ നടുക്കുള്ള ഈ സിംഗിൾ ബോണ്ട് ഇവിടെ ഇടുക, ഏകബന്ധനം. അത് കഴിഞ്ഞിട്ട് ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അത് റൈറ്റിലും എഴുതുക. അപ്പോൾ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല, മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, കണ്ടൻസ്ഡ് ഫോമുല എന്നാണ്. അതിനെ CH3 സിംഗിൾ ബോണ്ട്, ഏകബന്ധനം CH3. ഇങ്ങനെയാണ് ഈഥേനിന്റെ കണ്ടൻസ്ഡ് ഫോമുല എഴുതുക. മീഥേനിന് പിന്നെ ഒരു കാർബണേ ഉള്ളതുകൊണ്ട് CH4 എന്ന് തന്നെ എഴുതിയാൽ മതിയാകും. അടുത്തത് പ്രൊപ്പേൻ ആണ്. അതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നത് നോക്കാം. പ്രൊപ്പേൻ, മോളിക്കുലർ ഫോമുല ഓഫ് പ്രൊപ്പേൻ C3H8. ഇവിടെ നോക്കിയ പ്രൊപ്പേന്റെ 3 കാർബണും 8 ഹൈഡ്രജനും ഉള്ളതാണ് പ്രൊപ്പേൻ. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് ആദ്യം നമ്മൾ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ ഏകബന്ധനം, സിംഗിൾ ബോണ്ട് വഴി ബന്ധിപ്പിക്കുക. നോക്കിയാൽ 3 കാർബൺ ഇങ്ങനെ എഴുതുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഓരോ കാർബണിനും 4 വാലൻസി വരത്തക്കവണ്ണം എന്താണ് വരയിടുക. ആദ്യത്തെ കാർബണിന് എന്ത് ചെയ്യുക? ഒരു വര ഇവിടെ ഉണ്ട്, അടുത്ത 3 ലൈനും കൂടി ഇവിടെ ഇടുക. അടുത്ത നടുക്കുള്ള കാർബണിനെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ എഴുതിയ പോലെ അല്ല, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ വരകളുണ്ട്. അപ്പൊ പിന്നെ ഇനി 2 വരകൾ കൂടെ മതിയാകും. അത് മുകളിലേക്കും താഴേക്ക് ഇടുക. അടുത്ത കാർബണിന് ഒരു വര ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇനി 3 വരകൾ ഇടുക. അങ്ങനെ ഇവിടെ വാലൻസി 4 വീതമാക്കി 3 കാർബണിനും, എന്നിട്ട് ആ വാലൻസികളിലെല്ലാം ആരെ ചേർത്തു? ഹൈഡ്രജനെ ചേർത്തു. ഫസ്റ്റ് കാർബണിന് 3 ഹൈഡ്രജൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നടുക്കത്തെ കാർബണിന് എത്ര ഹൈഡ്രജൻ മതി? 2 ഹൈഡ്രജൻ മതി. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? അടുത്ത 3ാമത്തെ കാർബണിന് എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോമുല വരുന്നത്. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻ ആണ്, അതുകൊണ്ട് ഇവിടെ CH3 എന്ന് എഴുതി. സിംഗിൾ ബോണ്ട് എഴുതി. പിന്നെ നടുക്കത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ CH2 എന്ന് എഴുതി. സിംഗിൾ ബോണ്ട്, ഏകബന്ധനം. ലാസ്റ്റ് കാർബണിന് എന്തുണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH3. ഇതാണ് കണ്ടൻസ്ഡ് ഫോമുല. CH3 CH2 CH3. അടുത്തത് സ്ട്രക്ചർ ഓഫ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈന്റെ സ്ട്രക്ചർ, അതായത് C4H10, 4 കാർബണും 10 ഹൈഡ്രജനും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 4 കാർബണിനെ എന്ത് ചെയ്ത് എഴുതുക? സിംഗിൾ ബോണ്ട് ഇട്ട് എഴുതുക, ഏകബന്ധനം വഴി. അതിനുശേഷം 4 കാർബണിനും വാലൻസി 4 ആക്കുക. ഇവിടെ ഫസ്റ്റ് കാർബണിൽ 3 വരകൾ വരും. നടുക്കുള്ള 2 കാർബണിനും എത്ര വരകളെ വരുള്ളൂ? ഈ 2 വരകൾ മുകളിലേക്കും താഴേക്കും വരുള്ളൂ. കാരണം അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വരകളുണ്ട്. അതും കൂടെ കൂട്ടുമ്പോൾ 4 വാലൻസി ആകും. ഇനി ലാസ്റ്റ് കാർബണിന് എത്ര? 3 വരകൾ. അപ്പൊ ഇതാണ് വാലൻസി 4 ആക്കി എഴുതിയിരിക്കുന്നത്, സംയോജകത 4 ആക്കി. ഈ വാലൻസികളിലെല്ലാം, സംയോജകതകളിലെല്ലാം ആരെ കൊടുക്കുന്നു? ഹൈഡ്രജനെ കൊടുക്കുന്നു. ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ 2 ഹൈഡ്രജൻ, തേർഡ് കാർബണിൽ 2 ഹൈഡ്രജൻ, ഫോർത്ത് കാർബണിൽ 3 ഹൈഡ്രജൻ. അതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ CH3, നെക്സ്റ്റ് CH2 സിംഗിൾ ബോണ്ട്, നെക്സ്റ്റ് CH2 സിംഗിൾ ബോണ്ട്, ലാസ്റ്റ് വൺ CH3. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോമുല. CH3 CH2 CH2 CH3. അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഹെക്സേൻ, ഹെപ്റ്റേൻ, ഒക്ടേൻ, നൊണേൻ, ഡെക്കേൻ വരെ നിങ്ങൾ എഴുതി നോക്കുക. പെന്റേനും കൂടി ഞാൻ എഴുതി കാണിക്കാം. അടുത്തത് പെന്റേൻ നോക്കാം. C5H12, അതായത് 5 കാർബണും 12 ഹൈഡ്രജനുമുള്ള പെന്റേനിന്റെ ഘടനയാണ്. 5 കാർബണിനെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ നിരത്തി വരയ്ക്കുന്നു. ഈ 5 കാർബണിനും വാലൻസികൾ 4 ആക്കുന്നു അല്ലെ? അതുപോലെ എല്ലാ വാലൻസിയിലും ഹൈഡ്രജനെ ചേർക്കുന്നു. ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ, ഏറ്റവും ലാസ്റ്റത്തെ കാർബണിലും 3 ഹൈഡ്രജൻ വരും. നടുക്ക് 3 കാർബണിലും എത്ര ഹൈഡ്രജൻ വീതേ ഉള്ളൂ? 2 ഹൈഡ്രജൻ വീതേ ഉള്ളൂ അല്ലെ? അപ്പോൾ ഇത് ഇത്രയും വരയ്ക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. ഇതിൽ കണ്ടൻസ്ഡ് ഫോമുല എഴുതാനും എളുപ്പമാണ്. ആദ്യത്തെ കാർബണിൽ CH3, ഏറ്റവും ലാസ്റ്റ് കാർബണിലും എന്ത് തന്നെ വരുന്നുള്ളൂ? CH3. ബാക്കി 3ലും എന്ത് വരുന്നു? CH2. അപ്പൊ കണ്ടൻസ്ഡ് ഫോമുല ഓഫ് പെന്റേൻ ഈസ് CH3 CH2 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 CH3. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺ. ബാക്കിയുള്ള 6 മുതൽ 10 വരെയുള്ളത് നിങ്ങളൊന്ന് വരച്ചു നോക്കുക. കണ്ടൻസ്ഡ് ഫോമുല, ഇത് സ്ട്രക്ചറൽ ഫോമുല, ഘടനാവാക്യം. ഇത് കണ്ടൻസ്ഡ് ഫോമുലയാണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, മോളിക്കുലാർ ഫോമുല, തന്മാത്രാവാക്യം. അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം.